അന്നെന്നെ പരിഹസിച്ചവരൊക്കെ ഇന്നെവിടെ? ചോദ്യം മുഖ്യമന്ത്രി വി.ഡി. സതീശനിൽ നിന്നാണ്. വയനാട് തുരങ്കപാത നിർമ്മാണത്തിലാണെങ്കിലും ഹൈവേ നിർമ്മാണത്തിലാണെങ്കിലും മണ്ണ് പരിശോധന നിർബന്ധമാക്കണമെന്ന് പറഞ്ഞതിന് തന്നെ മണ്ണ് പരിശോധന വിദഗ്ധനെന്ന് വിളിച്ച് ആക്ഷേപിച്ചിരുന്നു. എന്നാൽ ഇന്ന് പ്രകൃതി അതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തരുന്നതായും വി.ഡി. സതീശൻ പറഞ്ഞു. കേരളത്തിൽ ലക്ഷക്കണക്കിന് മണ്ണിന്റെ വിഭാഗങ്ങളുണ്ട്. പല നാട്ടിലും പല രീതിയിലുള്ള മണ്ണുകളാണുള്ളത്. വയനാട്ടിലെ മണ്ണ് വളരെ ദുർബലമാണ്. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ കൃത്യമായ പഠനം ആവശ്യമാണ്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചതിനാണ് തന്നെ പരിഹസിച്ചതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. വിദഗ്ധരായ ആളുകളിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കിയും വായിച്ചറിഞ്ഞുമാണ് മണ്ണിനെ കുറിച്ച് പഠിച്ചത്. പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് ഇക്കാര്യം പറഞ്ഞതിനാണ് അന്ന് തന്നെ പരിഹസിച്ചതെന്നും വി.ഡി. സതീശൻ ചൂണ്ടിക്കാട്ടി. തുരങ്കപാത നിർമ്മാണ സമയത്തും സമാനമായ ആവശ്യം താൻ ഉന്നയിച്ചതാണ്. എന്നാൽ പരിഹാസം തുടരുകയായിരുന്നുവെന്നുമാണ് വി.ഡി. ചൂണ്ടിക്കാട്ടിയത്. വാർത്താ സമ്മേളനത്തിൽ വേദനയോടെയാണ് മുഖ്യമന്ത്രി തന്നെ പരിഹസിച്ച കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. ആ ദൃശ്യങ്ങൾ കാണാം. ഈ ടണലുമായിട്ട് ബന്ധപ്പെട്ട നിർമ്മാണത്തിന്റെ കാര്യത്തിൽ ഉള്ളടക്കം പഠിക്കണം. കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് അപകട സാധ്യതയുള്ള പ്രദേശങ്ങളുണ്ട്. ഇവിടുത്തെ ഞാൻ ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെട്ട ഒരാളാണ്, അറിയാലോ, ആക്ഷേപിക്കപ്പെട്ട ഒരാളാണ്. എന്ത് പറഞ്ഞതിൻ്റെ പേരില്ല? കൃത്യമായ പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ ടണലിൻ്റെ വർക്ക് തുടങ്ങരുതെന്നാണ് പറഞ്ഞത്. കാരണം ഞാൻ മണ്ണിൻ്റെ സ്ട്രക്ചർ കേരളത്തിൽ ലക്ഷക്കണക്കിന് വ്യത്യാസമുണ്ട്, ഭയങ്കര വ്യത്യാസമുണ്ട്. ഒരു ജില്ലയിൽ തന്നെ ആയിരക്കണക്കിന് ഡിഫറൻസ് ഉണ്ട് കേരളത്തിൻ്റെ മണ്ണിൻ്റെ ഘടന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഹൈവേ നിർമ്മാണത്തിന് മുമ്പും കേരളിൻ്റെ നിർമ്മാണത്തിന് മുമ്പും ഞാനത് പറഞ്ഞത്. എന്നെ മണ്ണ് പരിശോധനാ വിദഗ്ധൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ കളിയാക്കി. ഈ വയനാടിൻ്റെ മണ്ണിനൊരു പ്രത്യേകതയുണ്ട്, അത് ഫ്രജൈലാണ്, വളരെ ദുർബലമായ ഘടനയാണ്. അപ്പോൾ ഇനി വളരെ ശക്തിയായിട്ട് പാറ പൊട്ടിക്കുന്നത് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ, അല്ലേ, തുരങ്കം നിർമ്മിക്കുമ്പോൾ പാറ പൊട്ടിക്കേണ്ടി വരും, ഡിഗ് ചെയ്യേണ്ടി വരും, ഒരുപാട് വളരെ ബുദ്ധിമുട്ടേറിയ പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരും. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഷെയ്ക്കിൽ ഈ ഫ്രജൈലായ ഈ ദുർബലമായ ഈ മണ്ണിൻ്റെ ഒരു ഘടനയുണ്ട്, അത് ചിലപ്പോൾ ലൂസാകാൻ സാധ്യതയുണ്ട്. ലൂസായി കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല. പിന്നീട് ഒരു കനത്ത മഴ പെയ്യുമ്പോഴാണ് ഈ ലൂസായ മണ്ണ് നേരെ താഴേക്ക് ഇരിക്കുന്നതും പാറ പൊട്ടിപ്പോകുന്നതും. അപ്പം അത് മുൻകൂട്ടി കണ്ടും അറിയാവുന്നവരോടൊക്കെ ചോദിച്ചും മനസ്സിലാക്കിയിട്ടാണ് അന്ന് ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. ഒരുപാട് നിങ്ങൾക്കറിയാമല്ലോ എന്തുമാത്രം ആക്ഷേപിക്കപ്പെട്ടു. ഉത്കണ്ഠ കൊണ്ടാണ് അത് പറഞ്ഞത്, ഉത്കണ്ഠ കൊണ്ടാണ്, ഭയം കൊണ്ടാണ് പറഞ്ഞത്. അല്ല, മണ്ണിൻ്റെ ഘടനയെക്കുറിച്ച് വിദഗ്ധനൊന്നുമല്ല. പക്ഷേ ഇതൊക്കെ ആളുകൾ, പൊതുപ്രവർത്തകരൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. കേരളത്തിൻ്റെ ഹൈവേയുടെ സമയത്തും പറഞ്ഞു, ഹൈവേ നിർമ്മാണത്തിനും ഇങ്ങനൊരു അപാകത പറ്റിയിട്ടുണ്ട്. ഹൈവേ നിർമ്മാണത്തിന് കേരളത്തിൽ എപ്പോഴും ഏത് കൺസ്ട്രക്ഷനും കേരളത്തിൽ മണ്ണ് പരിശോധന നടത്തിയിട്ടേ പാടുള്ളൂ. വയനാട്ടിലെ മണ്ണല്ല കോഴിക്കോട് ചെല്ലുമ്പോൾ, കോഴിക്കോടത്തെ അല്ല വടകരയിൽ ചെല്ലുമ്പോൾ, ഏത് കൺസ്ട്രക്ഷനും ആ മണ്ണിൻ്റെ അതുണ്ടല്ലോ. ഈ PWD മാനുവലിലൊക്കെ ഇല്ലേ മണ്ണ് പരിശോധന നടത്തില്ല. പാലം പണിയുന്നതിന് മുമ്പ് മണ്ണ് പരിശോധന നടത്തില്ലേ പാലത്തിൻ്റെ അവിടെ? കാരണം ചെളി എത്രയുണ്ട്, അപ്പോൾ അതിൻ്റെ പില്ലർ എത്രമാത്രം താഴണം, അതിൻ്റെ താഴെ ബ്ലോക്ക് ചെയ്യണം. പാറ കണ്ടുപിടിച്ചിട്ടാണ് പില്ലർ വയ്ക്കുന്നത് പാലത്തിൻ്റെ. കാരണം മണ്ണ് ചെളിയാണെങ്കിൽ വീണ്ടും ഇത് പാലത്തിൻ്റെ വെയിറ്റ് വരുമ്പോൾ ഇത് താഴോട്ട് പോകും. അതുകൊണ്ട് കണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മളൊക്കെ 10-25 വർഷം MLA ആയിരിക്കുമ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ടതിൻ്റെ അനുഭവത്തിലാണ് അത് പറഞ്ഞത്. ഹൈവേ നിർമ്മാണത്തിന് പല സ്ഥലത്തും അത് ചെയ്തിട്ടില്ല. അവർ മറ്റ് സ്ഥലങ്ങളിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെയ്യുന്ന മോഡലിലാണ് ചെയ്തത്. അതുകൊണ്ടാണ് എത്ര സ്ഥലത്താണ് തകർന്നു വീണത്. ഈ സ്ട്രക്ചർ തകർന്നു വീണത് എന്തുകൊണ്ടാണ്? മണ്ണിൻ്റെ ഘടന പഠിക്കാതെ അത് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് അത് പറ്റി. എത്ര സ്ഥലത്ത് തകർന്നു വീണു? കേരളം മുഴുവൻ. ശരിയാണോ? മൂന്നൊന്നുമല്ല, ഇഷ്ടം പോലെ. മലബാറിലും മാത്രം നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത 3 കാണും. എല്ലാം മൊത്തത്തിൽ എല്ലാ സ്ഥലത്തും ആ പ്രശ്നമുണ്ടായി. അപ്പം നമ്മൾ ഇതൊക്കെ ഗൗരവതരമായി പഠിച്ചൊരു പ്രദേശത്തിൻ്റെ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചത്. തീർച്ചയായിട്ടും അതിൻ്റെ അതുകൊണ്ടാണല്ലോ ഞാൻ ടെക്നോ ലീഗൽ സ്റ്റഡി എന്നാണ്. ടെക്നിക്കലായിട്ടുള്ള സ്റ്റഡി വേണം, ലീഗലായിട്ടുള്ള അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റിയിട്ടുണ്ടെന്നുള്ള പടിയുമാണ്. തീർച്ചയായിട്ടും പോലീസിൻ്റെ അന്വേഷണം ഉണ്ടാവും, ഉറപ്പായിട്ട്. പോലീസ് FIR എടുത്തിട്ടുണ്ട്. ആ FIRന് പുറത്ത് പോലീസിൻ്റെ ഒരു അന്വേഷണം ഉണ്ടാവും. അല്ല, അത് വരട്ടെ. ഞാൻ പറഞ്ഞല്ലോ, വരട്ടെ. നമ്മൾ എന്താണ് ഏറ്റവും പ്രധാനം? നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താ? മനുഷ്യ ജീവന്റെ സംരക്ഷണവും നമ്മുടെ വസ്തുവകകളുടെ സംരക്ഷണവും നമ്മുടെ നാടിൻ്റെ സംരക്ഷണവും. അതാണ് നമ്മുടെ ഒന്നാമത്തെ പരിഗണന.
അതിന് ദോഷം വരുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. അല്ലാതെ ഒരു നിർമ്മാണ പ്രവർത്തനം തുടങ്ങി അത് ചെയ്ത് അത് സ്റ്റോപ്പ് ചെയ്യാനല്ല നമ്മളീ പറയുന്നത്. പക്ഷേ ഇപ്പം തന്നെ തുടങ്ങിയപ്പോഴാണ് ഈ ഒരു ഇതുണ്ടായത്. ആ തുടങ്ങിയതിരിക്കേണ്ട കാരണം കൊണ്ടാണോ ഇത് സംഭവിച്ചിരിക്കുന്നത്, അല്ലെ മണ്ണ് കൂട്ടി അവിടെ ഇരിക്കുന്നത് കൊണ്ട്, അവിടെ വെള്ളം കെട്ടി നിന്നത് കൊണ്ടാണ്. അപ്പോൾ കുറച്ച് നേരം സ്ഥലത്ത് വെള്ളം കെട്ടി നിന്ന പാറ പൊടിഞ്ഞു പോരുന്ന സ്ഥിതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കണം, നമുക്ക് പരിശോധിക്കണം. ആ പരിശോധിക്കാൻ ഏറ്റവും അതറിയാവുന്ന ആളുകളെ, ബന്ധപ്പെട്ട ഏറ്റവും നന്നായി ഇത് അറിയാവുന്ന ആളുകളെ വെച്ച് നമ്മൾ പരിശോധിപ്പിച്ചിട്ട് നമ്മളൊരു തീരുമാനം എടുക്കുകയുള്ളൂ. അതുവരെ നമ്മൾ പണി നിർത്തി വയ്ക്കാൻ പറയും, അല്ലേ? അല്ല, ഈ യോഗത്തിൽ കരാർ കമ്പനിക്കാരെ വിളിച്ച യോഗമല്ല, ഇതിൻ്റെ റെസ്ക്യൂ ഓപ്പറേഷനും റീഹാബിലിറ്റേഷനും വേണ്ടിയിട്ടും യോഗം വിളിച്ച യോഗമാണ്. ആ ശ്രീമതി MP ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഓൺലൈനിൽ ഉൾപ്പെടെയുള്ളത് പങ്കെടുത്തിരുന്നു. അതിലിപ്പോൾ കരാറുകാരെ വിളിച്ചിട്ട് റെസ്ക്യൂ ഓപ്പറേഷന് അല്ല, ഔദ്യോഗികമായി ഒന്നും വന്നിട്ടില്ല. ഒരു പത്രസമ്മേളനത്തിലൊക്കെ നിങ്ങളോട് പറയുന്നത് കണ്ടു. പക്ഷെ അവരെ കൊണ്ട് പറയിക്കും, ഉത്തരവാദിത്തം അവരെ കൊണ്ട് പറയിപ്പിക്കും. ഞാനിപ്പോൾ ആരെയും കുറ്റവാളിയായിട്ട് കണ്ടെത്തുന്നില്ല. കാരണം മന്ത്രിസഭാ യോഗം ഇത് അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ വന്ന് ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞ് ഇന്നവരുടെ കുഴപ്പം കൊണ്ടാണെന്ന് പറഞ്ഞാൽ ദർ ഇസ് ആൻ ഇംപ്രോപ്പറൈറ്റി, അങ്ങനെ പറയാം.